എല്ലാവർക്കും നമസ്കാരം. Dear students, now we are going to learn about the 6th chapter of social science, that is reading maps. മാപ്പുകളെ കുറിച്ച് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് മാപ്പുകളെന്ന്? ഒരു ഭൂപ്രദേശത്തെ അതിൻ്റെ സവിശേഷതകളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശത്തിലെ പ്രത്യേകതകളെക്കുറിച്ച് ചിത്രീകരിക്കുന്ന ആ ചിത്രമാണ് മാപ്പ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള മാപ്പുകൾ ലഭ്യമാണ്. വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി വ്യത്യസ്ത തരത്തിലുള്ള മാപ്പുകൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവിടെ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഒരു വിവരണം കൊടുത്തിട്ടുണ്ട്. മാപ്പ് നിർമ്മിക്കുമ്പോൾ എത്രമാത്രം കൃത്യത ആവശ്യമുണ്ട്, അല്ലെങ്കിൽ മാപ്പ് റീഡിംഗ് നടത്തുമ്പോൾ നമ്മൾ എത്രമാത്രം ഗൗരവത്തോടെ നടത്തേണ്ടതാണ് എന്നുള്ളതിന് ഒരു എക്സാമ്പിളാണ് നിങ്ങളുടെ പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. എന്താണതെന്ന് നമുക്കൊന്ന് നോക്കാം. The Chinese embassy at Belgrade in Yugoslavia was destroyed in an air bombing on 7th May 1999. 3 embassy officials were killed and 20 injured. China vehemently condemned the NATO airstrike. Following this, the NATO military chiefs expressed regret on their error. The mission had misfired as they were using a map that had not been updated. It was said in the apology that they were unaware of the Chinese embassy functioning where the Belgrade military station used to be. ഒരു കാലത്ത് ബൽഗ്രേഡിലെ മിലിറ്ററി സ്റ്റേഷൻ നിലനിന്നിരുന്നിടത്ത് ഇപ്പോൾ ചൈനീസ് എംബസി ആയിരുന്നു പ്രവർത്തിക്കുന്നത്. എന്നാൽ പഴയ മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് അത് ബൽഗ്രേഡ് മിലിറ്ററി സ്റ്റേഷൻ ആണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് നാറ്റോ നടത്തിയ ഒരു ബോംബാക്രമണത്തെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. അപ്ഡേറ്റ് ചെയ്യാത്ത മാപ്പ് ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഉണ്ടായ ഒരു വലിയ അപകടമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മാപ്പിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഒരു ഭൂപ്രദേശം, ആ ഭൂപ്രദേശത്ത് ഒരുപാട് മാറ്റങ്ങൾ പലപ്പോഴും സംഭവിക്കും. രാജ്യങ്ങൾ പുതിയതായി ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ട്. അതിർത്തികളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. കാലാവസ്ഥയ്ക്ക് മാറ്റങ്ങൾ സംഭവിക്കാം. റോഡുകളും റെയിൽവേയും മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. അപ്പോൾ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മാപ്പിൽ രേഖപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ്. മാപ്സ് ആർ യൂസ്ഡ് ഫോർ ഡിഫറെന്റ് പർപ്പസസ്. ഏതൊക്കെ തരത്തിലുള്ള മാപ്പുകളാണ്, ഏതൊക്കെ ആവശ്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. പൊളിറ്റിക്കൽ മാപ്പ്. ദീസ് ടൈപ്സ് ഓഫ് മാപ്സ് ആർ യൂസ്ഡ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ പൊളിറ്റിക്കൽ ബൗണ്ടറീസ്. രാഷ്ട്രീയ അതിർത്തികൾ, രാഷ്ട്രങ്ങളുടെ അതിർത്തികൾ മനസ്സിലാക്കുന്നതിന് ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ മാപ്സ് ഉപയോഗിക്കുന്നു. ഇത് ഹിസ്റ്റോറിക്കൽ മാപ്പാണ്. ഫോർ ദ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി, ചരിത്രപരമായ സവിശേഷതകൾ മനസ്സിലാക്കുന്നതിന് ഇത്തരം മാപ്പുകൾ ഉപയോഗിക്കുന്നു. ലാൻഡ് യൂസ് മാപ്പ്. ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ ലാൻഡ് യൂസ്, ഭൂമിയുടെ വിനിയോഗം മനസ്സിലാക്കുന്നതിന് വേണ്ടി, ഭൂമി എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ലാൻഡ് യൂസ് മാപ്പുകൾ ഉപയോഗിക്കുന്നത്. ആസ്ട്രോണോമിക്കൽ മാപ്പ്. ഫോർ ദ സ്റ്റഡി ഓഫ് സെലസ്ട്രിയൽ ബോഡീസ്, ജ്യോതിശാസ്ത്ര ഭൂപടം. ആകാശീയ ഗോളങ്ങളുടെ സ്ഥാനം മനസ്സിലാക്കുന്നതിന് ഇത്തരം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നു. വെതർ മാപ്പ്. കാലാവസ്ഥാ ഭൂപടം. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്നതാണ് വെതർ മാപ്പ്. മിലിറ്ററി മാപ്പ്. സൈനിക ഭൂപടം. രാജ്യങ്ങളുടെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇത്തരം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നു. ഒരു പ്രദേശത്തിന് തന്നെ വിവിധ തരത്തിലുള്ള വിവിധ ആവശ്യങ്ങൾക്കുള്ള മാപ്പുകൾ നമുക്ക് കാണാൻ കഴിയും. കമ്പയർ ദ ഗിവൺ മാപ്സ് ഓഫ് കേരള. ആർ ദ ഇൻഫോർമേഷൻ ഇൻക്ലൂഡഡ് ഇൻ ബോത്ത് ദ മാപ്സ് ദ സെയിം? മാപ്പ് എ ഡെപിക്ട്സ് ദ സോയിൽസ് ഓഫ് കേരള ആൻഡ് മാപ്പ് ബി ദ ഫിസിയോഗ്രഫി. വാട്ട് മൈറ്റ് ഹാപ്പൻ ഇഫ് ബോത്ത് സോയിൽ ടൈപ്സ് ആൻഡ് ഫിസിയോഗ്രഫി ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ സെയിം മാപ്പ്? നമുക്കിവിടെ ഒന്നാമത്തെ മാപ്പിൽ കാണാം കേരളത്തിലെ സോയിൽ ടൈപ്പുകളാണ് അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ മാപ്പിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതി ചിത്രീകരിച്ചിരിക്കുന്നു. ഇത് രണ്ടും
ഒറ്റ മാപ്പിലാണ് ചിത്രീകരിച്ചിരിക്കുന്നതെങ്കിൽ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി കുറേയേറെ ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവപ്പെടും. ഇൻക്ലൂഡിംഗ് ഡിഫറെൻറ്റ് ഇൻഫോർമേഷൻ ഇൻ ദ സെയിം മാപ്പ് വിൽ ക്രിയേറ്റ് കൺഫ്യൂഷൻ ഇൻ റീഡിംഗ് ഇറ്റ്. ദാറ്റ് ഈസ് വൈ ഡിഫറെൻറ്റ് ഇൻഫോർമേഷൻ ആർ പ്ലോട്ടഡ് ഇൻ ഡിഫറെൻറ്റ് മാപ്സ്. മാപ്സ് ഡെപിക്റ്റിംഗ് സ്പെസിഫിക് തീംസ് ആർ നോൺ ആസ് തീമാറ്റിക് മാപ്സ്. ഇത്തരത്തിൽ പ്രത്യേക വിഷയങ്ങൾ ചിത്രീകരിക്കുന്ന മാപ്പുകളെയാണ് തീമാറ്റിക് മാപ്സ് എന്ന് അറിയപ്പെടുന്നത്. പ്രത്യേക തീമുകൾ, ഏതെങ്കിലും ഒരു വിഷയം ഒരു മാപ്പിൽ ചിത്രീകരിച്ചിരിക്കുന്നു, ഒരു ഭൂപ്രദേശത്തിൻ്റെ ഏതെങ്കിലും ഒരു സവിശേഷത, അത്തരത്തിൽ പ്രത്യേക തീമുകൾ ചിത്രീകരിച്ചിരിക്കുന്ന മാപ്പുകളെയാണ് തീമാറ്റിക് മാപ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു തീം ആയിരിക്കും അതിനകത്തെ വിഷയം. ഒന്നുകിൽ കാലാവസ്ഥ, അല്ലെങ്കിൽ ഭൂപ്രകൃതി, അല്ലെങ്കിൽ മണ്ണിനം, അല്ലെങ്കിൽ വനങ്ങൾ, അല്ലെങ്കിൽ റെയിൽവേ, റോഡുകൾ, ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ ചിത്രീകരിക്കുന്ന മാപ്പുകളുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയം ചിത്രീകരിക്കുന്ന ഒരു മാപ്പിനാണ് ഒരു തീമാറ്റിക് മാപ്പ് എന്ന് അറിയപ്പെടുന്നത്. ബേസ്ഡ് ഓൺ ദ ഫങ്ഷൻ, maps can be classified into two: physical maps and cultural maps. Maps representing natural features such as physiography, climate, etc. are called physical maps. മാപ്പുകളെ നമുക്കതിൻ്റെ ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തിരിക്കാം: ഫിസിക്കൽ മാപ്പുകൾ എന്നും കൾച്ചറൽ മാപ്പുകൾ എന്നും. ഭൂപ്രകൃതിയുടെ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന മാപ്പുകളെ ഫിസിക്കൽ മാപ്പുകൾ എന്ന് പറയുന്നു. എന്നാൽ മാപ്സ് റെപ്രസെന്റിംഗ് മാൻമെയ്ഡ് ഫീച്ചേഴ്സ് സച്ച് ആസ് അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ആൻഡ് പൊളിറ്റിക്കൽ ബൗണ്ടറീസ് ആർ കോൾഡ് കൾച്ചറൽ മാപ്സ്. മാൻമെയ്ഡ് ഫീച്ചേഴ്സ്, മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന മാപ്പുകളെയാണ് കൾച്ചറൽ മാപ്സ് എന്ന് പറയുന്നത്. മാപ്സ് ക്യാൻ ബി ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻടു ടു ടൈപ്സ്: ഫിസിക്കൽ മാപ്സ് ആൻഡ് കൾച്ചറൽ മാപ്സ്. ഫിസിക്കൽ മാപ്സ് എന്ന് പറഞ്ഞാൽ ഭൂപ്രകൃതിയുടെ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന മാപ്പുകളാണ് ഫിസിക്കൽ മാപ്സ്. കൾച്ചറൽ മാപ്പുകൾ എന്ന് പറഞ്ഞാൽ മാൻമെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിത്രീകരിക്കുന്ന മാപ്പുകളാണ്. വി ക്യാൻ സീ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാപ്സ്: പൊളിറ്റിക്കൽ മാപ്പ്, സോയിൽ മാപ്പ്, ക്ലൈമാറ്റിക് മാപ്പ്, അസ്ട്രോണോമിക്കൽ മാപ്പ്, വെതർ മാപ്പ്, ഫിസിയോഗ്രാഫിക് മാപ്പ്, അഗ്രികൾച്ചറൽ മാപ്പ്, ഇൻഡസ്ട്രിയൽ മാപ്പ്, നാച്ചുറൽ വെജിറ്റേഷൻ മാപ്പ്, മിലിറ്ററി മാപ്പ്, ലാൻഡ് യൂസ് മാപ്പ്, ഹിസ്റ്റോറിക്കൽ മാപ്പ്. വി ക്യാൻ ക്ലാസിഫൈ these maps based on the function as physical maps and cultural maps. Among these, soil maps, astronomical map, climatic map, natural vegetation map, weather map and physiographical maps are physical maps, and political map, agricultural map, military map, land use map, industrial map and historical maps are cultural maps. Another classification of maps are based on the scale used to prepare these maps. Based on the scale, maps can be classified into two types: small scale maps and large scale maps. The examples of these small scale maps are atlas map and wall maps, and the examples of these large scale maps are cadastral maps, topographical maps, etc. Then let us see what are the difference between this small scale map and large scale map. Maps showing only the important information of larger areas are called small scale maps. If larger areas such as the world, continents, countries and states are to be depicted in a small sheet of paper, only a little information can be incorporated into it. If the area to be depicted in a comparatively small region like a ward or village, more information can be incorporated in it. Maps representing detailed information of a small area are called large scale maps. ഉദാഹരണത്തിന് വേൾഡ് മാപ്പ്, രാഷ്ട്രങ്ങളുടെ മാപ്പ്, സംസ്ഥാനങ്ങളുടെ മാപ്പ്, ഇതൊക്കെ വലിയ ഒരു ഭൂപ്രദേശത്ത് അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് അതിൽ ചിത്രീകരിക്കുക. എന്നാൽ ഒരു ചെറിയ പ്രദേശത്തിന്റെ കൂടുതൽ വിപുലമായ കാര്യങ്ങൾ ചിത്രീകരിക്കുന്ന മാപ്പുകളെ ലാർജ് സ്കെയിൽ മാപ്സ് എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പഞ്ചായത്തിന്റെ മാപ്പ്, ഒരു വാർഡിന്റെ മാപ്പ്, അത് ലാർജ് സ്കെയിലാണ്. ഒരു ചെറിയ പ്രദേശം വളരെ വിപുലമായ കാര്യങ്ങൾ അതിൽ ചിത്രീകരിക്കുന്നു. എന്നാൽ ഒരു വലിയ ഭൂപ്രദേശം, ഉദാഹരണത്തിന് ഒരു രാജ്യം,
ഒരു രാജ്യത്തിന്റെ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു പഞ്ചായത്തോ അവിടെ ഒരു വാർഡോ ഒന്നും അതിൽ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ വലിയ ഒരു ഭൂപ്രദേശത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിത്രീകരിക്കുന്ന മാപ്പുകളെ സ്മോൾ സ്കെയിൽ മാപ്പ് എന്നും, എന്നാൽ ഒരു ചെറിയ പ്രദേശത്തിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ചിത്രീകരിക്കുന്ന മാപ്പുകളെയാണ് നമ്മൾ ലാർജ് സ്കെയിൽ മാപ്സ് എന്ന് പറയുന്നത്. മാപ്പ് റീഡിംഗ് റിക്വയർസ് എ ഗുഡ് നോളജ് ഓഫ് ഇറ്റ്സ് സ്കെയിൽ, ഡയറക്ഷൻ ആൻഡ് സൈൻസ് ആൻഡ് സിംബൽസ് യൂസ്ഡ് ഇൻ ദം. വിവിധ മാപ്പുകളിൽ വ്യത്യസ്തമായ സൈൻസ് ആൻഡ് സിംബൽസ് യൂസ് ചെയ്തിരിക്കും. അതൊക്കെ അറിയാമെങ്കിൽ മാത്രമേ ആ മാപ്പ് നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. അതുപോലെ അത് നിർമ്മിച്ചിരിക്കുന്നത് ഏത് സ്കെയിലാണ്, മാപ്പിന്റെ ഡയറക്ഷൻസ് എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ മാത്രമേ ഒരു മാപ്പ് നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയൂ. ഇതുമായിട്ട് നമുക്ക് മാപ്പ് സ്കെയിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഓരോ മാപ്പും ഒരു പ്രത്യേക സ്കെയിലിലായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്. There are mainly three different methods to show the scale. They are statement of scale, representative fraction, and linear scale. Let us know the different methods to show the scale in a map. Mainly there are three methods, that is the statement of scale, representative fraction, and linear scale. Observe the given map and note the scales shown in this map. There are three scales shown in the map. Which among the scales given in the map is easy for us to understand? Isn't it the one shown as 1 centimeter to 5 kilometer? This method of representing the scale is the statement of scale. From this, we can easily understand that 1 centimeter on the map represents 5 kilometer on earth. മാപ്പിലുള്ള 1 സെൻറ്റിമീറ്റർ എർത്തിൽ 5 കിലോമീറ്റർ ആണ് എന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിലിൽ സൂചിപ്പിക്കുന്നത്. ദ മെറിറ്റ് ഓഫ് ദിസ് മെത്തേഡ് ഇസ് ദാറ്റ് ഈവൻ എ ലേമൻ ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദിസ്. സാധാരണക്കാർ ആളുകൾക്ക് പോലും വളരെ ഈസി ആയിട്ട് ഇത്തരത്തിലുള്ള സ്കെയിൽ തോത് നോക്കി മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട മെറിറ്റ്. രണ്ടാമത്തെ മെത്തേഡ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്നറിയപ്പെടുന്നു. The units used for measuring distance are different in different countries. In India, we follow centimeter, meter, kilometer, etc. Whereas units like inch, mile and furlong are followed in the European countries. നമ്മൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും പല രാജ്യങ്ങളിലും പല അളവുകളാണ് സ്വീകരിക്കുന്നത്. ഇന്ത്യയിൽ നമ്മൾ സെൻറ്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ എന്നെല്ലാം പറയുന്നത് പോലെ യൂറോപ്യന്മാർ ഉപയോഗിക്കുന്നത് അതിന് പകരം ഇഞ്ച്, മൈല്, ഫർലോങ് എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത രാജ്യങ്ങളിലെ വ്യത്യസ്ത അളവുകൾ ഉപയോഗിക്കുമ്പോൾ കോമൺ ആയിട്ട് മാപ്പിൽ ഒരളവ് നമുക്ക് ചിത്രീകരിക്കാൻ കഴിയില്ല. ക്യാൻ ദ പീപ്പിൾ ഓഫ് അതർ കൺട്രീസ് ഇൻ്റർപ്രറ്റ് ദ മാപ്സ് പ്രിപ്പയർഡ് ഓൺ ഇന്ത്യൻ യൂണിറ്റ്സ് വിത്ത് ഈസ്? Representative fraction is used to avoid this problem. Representative fraction is the ratio between the map distance and corresponding ground distance expressed in fractional form. മാപ്പിലെ ഡിസ്റ്റൻസും ഗ്രൗണ്ട് ഡിസ്റ്റൻസും അതിൻ്റെ റേഷ്യോ ആണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷനിൽ സൂചിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിൽ 1 centimeter to 5 kilometers can be represented as 1:5 lakh in representative fraction. This proportionate distance can be read in accordance with the units followed in each country. While the Indians read this as 1 centimeter to 5 lakh centimeters, the Europeans can read this as 1 inch to 5 lakh inches. Now you might have understood the use of representative fraction. 1:5 lakh എന്ന് എഴുതിയിരിക്കുമ്പോൾ ഇന്ത്യക്കാർ അത് മാപ്പിലെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള 5 lakh യൂണിറ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. 1 സെൻറ്റിമീറ്റർ എന്നത് 5 lakh സെൻറ്റിമീറ്റർ എന്ന നിലയിലും യൂറോപ്യന്മാർ 1 ഇഞ്ച് എന്നത് 5 lakh ഇഞ്ചസ് എന്ന നിലയിലും അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നു. ഇത്തരത്തിൽ കാര്യങ്ങൾ ചിത്രീകരിക്കുന്നതിനെയാണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് അറിയപ്പെടുന്നത്.
നെക്സ്റ്റ് ലിനിയർ സ്കെയിലാണ്. എന്താണ് ലിനിയർ സ്കെയിൽ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സപ്പോസ് മുതലപുരം ടൗൺ ഷോൺ ഇൻ ദ മാപ്പ് ഫസ്റ്റ് ഈസ് അണ്ടർഗോയിങ് സം urban development programs. The second map shown below is the enlarged version of the previous map projecting the area including Mudalappuram. Does the scale remain unchanged? Check whether the scales represented by the first two methods, statement of scale and representative fraction, changed in accordance with the change in the map. Now look at the scale shown in the linear method. You can see that the linear scale has changed in proportion with the change in the map. ഇവിടെ ആദ്യത്തെ മാപ്പിൻ്റെ ഒരു എൻലാർജ്ഡ് രൂപമാണ് രണ്ടാമത്തെ മാപ്പ്. അവിടെ ആ ലിനിയർ സ്കെയിൽ ചേഞ്ച്ഡ് ഇൻ പ്രൊപ്പോർഷൻ വിത്ത് ദ ചേഞ്ച് ഇൻ ദ മാപ്പ്. മാപ്പിൽ വ്യത്യാസം വരുന്നതനുസരിച്ച് ആ ലിനിയർ സ്കെയിലും എൻലാർജ് ചെയ്യപ്പെടുന്നതായി നമുക്ക് കാണാം. When a map is subjected to enlargement or reduction, the linear scale will also change accordingly. This is the merit of this method. The next, how to measure distance on maps. മാപ്പിൽ എങ്ങനെയാണ് ഡിസ്റ്റൻസ് മനസ്സിലാക്കുക? രണ്ട് പ്രദേശങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള അകലം എത്രമാത്രമാണ് എന്ന് എങ്ങനെയാണ് ഒരു മാപ്പ് നോക്കി മനസ്സിലാക്കുക? ഇതിനു വേണ്ടി മാപ്പിൽ സ്കെയിൽ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. കൃത്യമായി സ്കെയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു മാപ്പ് നോക്കി രണ്ട് പ്രദേശങ്ങൾ തമ്മിൽ ഉള്ള അകലം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് നോക്കാം. ഒബ്സർവ് ദിസ് മാപ്പ്. ദിസ് ഈസ് ദ ഏരിയ വേർ ഗോബൂസ് വില്ലേജ് ഈസ് ലൊക്കേറ്റഡ്. You may notice that scale is represented in the map in all three methods. Try to answer the following questions based on this map. ഈ മാപ്പ് നോക്കിയിട്ട് ഈ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുമോ എന്ന് ശ്രമിക്കുക. വിച്ച് ഈസ് ദ ഷോർട്ടസ്റ്റ് റൂട്ട് ഫോർ ഗോപു ഹു റിസൈഡ്സ് അറ്റ് കല്ലുപാലം ടു റീച്ച് ഹിസ് അങ്കിൾസ് ഹോം ഇൻ ഉദയഗിരി? ഹൗ ലോങ് ഷുഡ് ഹി ട്രാവൽ ഫ്രം ഉദയഗിരി ടു മുതലപ്പുരം മാർക്കറ്റ് വയ വലിയപാറ? ഹൗ മച്ച് ഡിസ്റ്റൻസ് ഷുഡ് ഹി കവർ ഫ്രം മുതലപ്പുരം back to his home at Kallupalam via Mukkadavu? Is it difficult to find the actual distances from maps? Let us see how this can be done. To measure straight distance, a ruler can be used. If it is curved distance such as a river or a curved path, first measure the distance using a thread and then measure the length of the thread. നേരെയുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു പ്രദേശമാണെങ്കിൽ നമുക്കൊരു റൂളർ ഉപയോഗിച്ചുകൊണ്ട് അളക്കാൻ വേണ്ടി കഴിയും. എന്നാൽ ഒരു കർവ്ഡ് ആയിട്ടുള്ള പാത്താണെങ്കിൽ ആദ്യം നമ്മൾ ഒരു ത്രെഡ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ അളവെടുക്കുക. നൗ യു ഹാവ് ദ മാപ്പ് ഡിസ്റ്റൻസ്. വാട്ട് ഷുഡ് ബി ഡൺ ടു ഫൈൻഡ് ദ ആക്ച്വൽ ഡിസ്റ്റൻസസ്? ഫോർ ദിസ് ദ മാപ്പ് ഡിസ്റ്റൻസസ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് വിത്ത് ദ പ്രൊപ്പോർഷനേറ്റ് ഗ്രൗണ്ട് ഡിസ്റ്റൻസ് ഷോൺ ഇൻ ദ മാപ്പ് സ്കെയിൽ. മാപ്പ് സ്കെയിലിൽ കാണിച്ചിരിക്കുന്ന ഗ്രൗണ്ട് ഡിസ്റ്റൻസ് കൊണ്ട് ഇവിടെ നമ്മൾ കണ്ടെത്തിയ മാപ്പ് ഡിസ്റ്റൻസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, സ്കെയിൽ ഓഫ് മാപ്പ് ഈസ് 1 centimeter to 5 kilometer. Suppose the distance from A to B in the map is 4 centimeter. Then the actual distance from A to B is equal to 4 multiplied by 5 kilometer is equal to 20 kilometer. ഇങ്ങനെ നമുക്കൊരു മാപ്പിലെ ദൂരം കണ്ടെത്താൻ വേണ്ടി കഴിയും. നെക്സ്റ്റ്, ഡയറക്ഷൻസ് ഇൻ മാപ്സ് ആണ്. ഡയറക്ഷൻ ഈസ് വൺ ഓഫ് ദ എസെൻഷ്യൽ ഫാക്ടേഴ്സ് ഇൻ മാപ്പ്. ദിശ അറിഞ്ഞിരിക്കണം. ഒരു മാപ്പിന്റെ ദിശ, ഡയറക്ഷൻ കൃത്യമായി അറിഞ്ഞെങ്കിൽ മാത്രമേ ആ മാപ്പിനെ കുറിച്ച്, ആ മാപ്പിലെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. എങ്ങനെയാണ് മാപ്പിൽ ഡയറക്ഷൻസ് മനസ്സിലാക്കുന്നത്? എല്ലാ മാപ്പിലും ഡയറക്ഷൻസ് കൃത്യമായി സൂചിപ്പിച്ചിരിക്കും. ദീസ് ആർ ദ സിംബൽസ് കോമൺലി യൂസ്ഡ് ഫോർ ഈസി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് മാപ്സ്. മാപ്പിൽ ദിശ കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന അടയാളങ്ങൾ ഈ കാണുന്നതെല്ലാമാണ്. എ ഫ്യൂ സിറ്റീസ് ഇൻ ഇന്ത്യ ആർ മാർക്ക്ഡ് ഓൺ ദ മാപ്പ്. ട്രൈ ടു ഐഡൻറ്റിഫൈ ദ ലൊക്കേഷൻ ഓഫ് ദീസ് സിറ്റീസ് ബേസ്ഡ് ഓൺ ഡയറക്ഷൻ. If you face any difficulty in finding the direction, you can use the indicator of direction as shown in this map.
ഇവിടെ ആദ്യം കാണിച്ച മാപ്പിൽ നിന്നും ഈ മാപ്പിനുള്ള പ്രത്യേകത ഇതിൽ ഡയറക്ഷൻസ് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഡയറക്ഷൻ നോക്കിക്കൊണ്ട് ഈ ഓരോ പ്രദേശങ്ങളും ഏത് ഡയറക്ഷനിലാണോ ഉള്ളത് എന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. നെക്സ്റ്റ്, സൈൻസ് ആൻഡ് സിംബൽസ് യൂസ്ഡ് ഇൻ മാപ്സ് ആണ്. വ്യത്യസ്തമായ നിറങ്ങളും അടയാളങ്ങളും ഒക്കെ നമുക്കൊരു മാപ്പിൽ നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയും. അതൊക്കെ തന്നെ പൊതുവായ മാപ്പ് നിർമ്മിക്കുന്ന കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ചില അടയാളങ്ങളും നിറങ്ങളുമാണ്. ഇത് പൊതുവായി സ്വീകരിച്ചതുകൊണ്ട് ഇങ്ങനെ നിർമ്മിക്കപ്പെടുന്ന മാപ്പുകൾക്ക് പൊതു സ്വഭാവം ഉണ്ടായിരിക്കും. ഇത്തരത്തിൽ ഒരു കൃത്യത ഇല്ല എങ്കിൽ അതിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിടും മാപ്പ് നിർമ്മിക്കുന്നതിനും മാപ്പ് റീഡ് ചെയ്യുന്നതിനും. എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ എന്ന് നോക്കാം. ദീസ് സ്കെച്ചസ് were prepared by 3 students based on the descriptions given by a teacher. There is no uniformity in the signs and symbols used by the 3 students in preparing the sketch. Map reading will be confusing if different countries are use different signs and symbols for map making. That is why internationally accepted signs and symbols are used for making maps. ഒരു ടീച്ചർ നൽകിയ സെയിം ഡയറക്ഷൻ്റെ അടിസ്ഥാനത്തിൽ 3 കുട്ടികൾ വരച്ച ചിത്രങ്ങളാണിത്. എന്നാൽ പൊതുവായ ഡയറക്ഷൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ പൊതുവായ സൈൻസ് ആൻഡ് സിംബൽസ് ഉപയോഗിക്കണമെന്ന് പറയാതിരുന്നത് കൊണ്ട് തന്നെ വ്യത്യസ്ത രീതിയിലാണ് ഈ 3 സ്കെച്ചും എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പറയുന്നത് ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള സൈൻസ് ആൻഡ് സിംബൽസ് മാപ്പ് നിർമ്മാണത്തിൽ ആവശ്യമാണ്. എങ്കിലാണ് ലോകത്തിലെല്ലായിടത്തും ഒരേപോലെയുള്ള മാപ്പുകൾ നിർമ്മിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സൈൻസ്, സിംബൽസ്, കളേഴ്സ് ഇതിൻ്റെ ഉപയോഗം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മാപ്പ് നിർമ്മാണത്തിനായി പൊതുവെ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് കൺവെൻഷണൽ സൈൻസ് ആൻഡ് സിംബൽസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ കൃത്യമായ സൈൻസ് ആൻഡ് സിംബൽസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എല്ലാ മാപ്പുകളും നിർമ്മിക്കുന്നത്. ഇതിൽ കൊടുത്തിട്ടുള്ള ഓരോ അടയാളവും അത് ജനറലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള സൈൻസ് ആൻഡ് സിംബൽസ് ആണ്. ഇപ്രകാരം കൃത്യമായ സൈൻസ് ആൻഡ് സിംബൽസ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടാണ് കുട്ടികൾക്ക് നിർദ്ദേശം കൊടുത്തിരുന്നുവെങ്കിൽ ആ കുട്ടികൾ നിർമ്മിക്കുമായിരുന്ന മാപ്പ് ഇത്തരത്തിൽ ഒന്നാകുമായിരുന്നു. ഇവിടെ ഈ ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കിയത് മാപ്പ് റീഡിങ്ങിൻ്റെ വിവിധ വശങ്ങളാണ്. കൃത്യമായ സ്കെയിൽ ഉണ്ടായിരിക്കണം, ഡയറക്ഷൻ കാണിച്ചിരിക്കണം, അതുപോലെ തന്നെ സൈൻസ് ആൻഡ് സിംബൽസ് ഉപയോഗിച്ചിരിക്കണം. എങ്കിൽ മാത്രമാണ് കൃത്യമായി മാപ്പ് മനസ്സിലാക്കുവാനും മാപ്പുകൾ നിർമ്മിക്കുവാനും നമുക്ക് കഴിയുകയുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ പ്രാദേശികമായ സ്കൂളും പരിസരവും ഇരിക്കുന്ന പ്രദേശം, അല്ലെങ്കിൽ വീടും പരിസരവും, അത്തരം പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മാപ്പുകൾ നിർമ്മിക്കാൻ വേണ്ടി കഴിയും.